ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ജീവിക്കണം. ഇനി എൻ്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പച്ചഭസ്മം, ആര്യൻ, സുദീപ് അവച്ചകളാണ് മരിക്കേണ്ടത്. ലൂയിസും മോളും മടങ്ങി വന്നപ്പോഴേക്കും മറ്റൊരു വാസുകിയായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ വാസുകിയൊന്നും ബാത്റൂമിൽ വീണു. ഫ്രാക്ചർ ഒന്നുമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ, ടേക്ക് കെയർ. ഈ ചെക്കൻ ഭയങ്കര ഹ്യൂമറസാ. കഴിഞ്ഞ ദിവസം പറയാ, ഡിവോഴ്സ് കേസ് എടുക്കുന്ന ഈ വക്കീലന്മാരിൽ ഒട്ടുമിക്ക എണ്ണോ എടുക്കും ഡിവോഴ്സ് ആവുന്നു. ഓ, ഹലോ വാസുക്ക്, എന്താ പറ്റിയ? എന്താണെന്ന് മിണ്ടാത്ത? മിണ്ടനോ? മാളമില്ലാത്ത മൂർഖനും തുണിയില്ലാത്ത പെണ്ണും ഒരുപോലെ വലിഞ്ഞു കയറി വന്ന് കുത്തും. എന്താ 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 എനിക്ക് ഓൾഡ് മലയാളം ഒന്നും മനസ്സിലാവില്ലേ. എൽ പി വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരണേ? ചക്കയോ തേങ്ങയോ? തേങ്ങയാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം എടുത്ത് വെക്കണേ. സർപ്രൈസ്. ആരാ വന്നിരിക്കുന്ന നോക്കി. അത് ഇന്നലെ കുളിമുറിയിൽ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഉളുക്ക. അതെങ്ങനെ മെയ്സാധകമെന്നും പറഞ്ഞ കുളിമുറി മുഴുവൻ എണ്ണ കുളമാക്കി വെച്ചിരിക്കല്ലേ? ഓ നിർത്തണം. വയ്യാണ്ടിരുന്ന കുഞ്ഞിനോടാണോ നീ തട്ടിക്കയറുന്നേ? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഞാൻ ഇവളെ കാണാൻ വന്നതാ. ആഹാ, നല്ല വീട്, നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട്. മോള് വാ, മോളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. വാ. ചോദിച്ചോ, കഥകളിയൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞ് മതി. അമ്മച്ചിയോട് മോക്ക് ദേഷ്യമൊന്നും തോന്നരുത്. വേദന ഒരുപാടുണ്ടോ? ഇവള് നസ്രാണിയല്ലെന്ന് ആരാടാ പറഞ്ഞത്? ആ പൊട്ടൊന്ന് തൂത്ത് കളഞ്ഞ ആ മുഖത്തോട്ടം നോക്കിക്കേ. നല്ല ഒന്നാം തരം തിരുവല്ലക്കാരി പെങ്കൊച്ച്. പിന്നെ പേരോടെ മാറ്റിയേക്കാം. കത്രീന കൈഫ്. പേര് കൊള്ളാം, പക്ഷേ ഇവക്ക് ചേരുകയില്ല. ഞാനല്ല, ഇനി ഇവളാ പാറ തറവാട്ടിലെ അമ്മ. 8 വർഷം വെറുതെ കളഞ്ഞു. ഞാൻ നേരത്തെ മോളെ കാണാൻ വരേണ്ടതായിരുന്നു. എടാ, ഏനക്കിടക്ക് മാറിക്കഴിയുമ്പോഴേ നീ ഇവളെയും കൂടി തറവാട്ടിലേക്ക് വന്നേക്കണം, കേട്ടോടാ പോത്താ. ഓ അല്ല, ഇതെന്നാ മറിമായ്മ? അമ്മച്ചിക്ക് അവള് വല്ല കൈവേഷം തന്നു? ഞാനും ഒരു മരുമോളൊക്കെ ആയിരുന്നില്ലടാ. ഒരു പെണ്ണിന്റെ വിഷമൊക്കെ എനിക്ക് അറിയാവടാ. വെറുതെ 5-8 വർഷം കളഞ്ഞു, വാശിയും പിടിച്ച്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അയ്യോ, ഇന്നെനിക്ക് പോണവടാ. ഞാൻ ഇനിയും വരാം, ഇന്നങ്ങ് പോട്ടെ. ചായ കുടിക്കേ. എന്തെങ്കിലും അമ്മച്ചനെ തേടി വരുമ്പോ ആ ദിവസം ഉത്സവമാക്കി മാറ്റണമെന്ന് കരുതിയതാ. എനിക്കൊരിക്കലും ഇനി ലൂയിസിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ശുദ്ധി നഷ്ടപ്പെട്ട ഏതൊരു ഭാര്യയും ഭർത്താവ് ഉപേക്ഷിക്കും. എന്റെ മോള് പോലും എന്നെ വെറുക്കും. ഞങ്ങൾക്കിനി